പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇന്ന് ലോകം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയെയാണ്. അതിന് പ്രതിവിധിയായി സ്കൂളുകളിലൊക്കെ തന്നെ ചാനലിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ക്ലാസ് റൂമിൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ചാനലിലൂടെ കാണുമ്പോൾ നമുക്ക് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു പീരീഡിൽ താൽക്കാലികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ 8th, 9th, 10th സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്സ് ചാപ്റ്ററുകളെ ഓരോ ചാപ്റ്റേഴ്സിനെയും ഡിവൈഡ് ചെയ്ത് കുറേ വീഡിയോസുകളാക്കി ഇതിലൂടെ അപ്ലോഡ് ചെയ്ത് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അത് കണ്ട് ഡിസ്കഷൻ നടത്തി ഓരോ ആഴ്ചയിലും യൂണിറ്റ് ടെസ്റ്റുകളൊക്കെയായി ഡിസ്കഷൻ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണ പിന്തുണയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരിമിതമായ സൗകര്യം ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പുതിയ സംരംഭത്തിന് എല്ലാ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് ഡെസിമൽ ഫോം ചാപ്റ്റർ 2 ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വലിയ ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ നമ്മൾക്കൊരു 3 വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 പാർട്ടാക്കാം. 3 പാർട്ടിലൂടെ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ആദ്യം നമ്മൾ തീർക്കാൻ പോകുന്നത്. ഡെസിമൽ ഫോംസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്കറിയാം, ഇതിന്റെ കുറച്ച് മുമ്പ് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഈ ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അത് ഫ്രാക്ഷൻസ് കട്ട് ചെയ്തു ഡെസിമൽസ് മാത്രമാക്കി മാറ്റി. എല്ലാ കുട്ടികൾക്കും പ്രയാസമുള്ള 2 ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ്, ഡെസിമൽ. ഫ്രാക്ഷൻസ്, ഡെസിമൽ അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യം. പക്ഷെ അതിനെ സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആക്കിയിട്ട് അതിനെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് ലൈവ് ക്ലാസ് പോലെ തന്നെ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, ഹാർഡ് വർക്ക് ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി ആ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ സാധാരണ നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് തമാശ പറഞ്ഞുകൊണ്ടും രസകരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും, യാതൊരു സംശയമില്ല. ഇവിടെ നോക്കുക, ഡെസിമൽ ഫോംസ്. ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് എല്ലാവർക്കും പറയാം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഡെസിമൽ നമ്പറിൽ 2.45 ഡെസിമൽ നമ്പറാണ്.
2.45 എന്ന ഡെസിമൽ നമ്പറിൽ നമ്മൾ 2.45 എന്നാലും വായിക്കില്ല, ഒരൊറ്റടി അത് കൊടുക്കും. 45 എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റടി കൊടുക്കുന്നത്. കാരണം എന്താ, 2.45ന് എന്താണ് പ്ലേസ് വാല്യൂ കുറവാണ്, വാല്യൂസ് കുറവാണ്. 45 എന്ന് പറയുന്ന ഒരു കറക്റ്റ് ഹോൾ നമ്പർ വാല്യൂസ് ആയിട്ട് അതിനെ നമ്മൾ എന്തെടുക്കില്ല, കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ 2.45 നമുക്കറിയാം. ഈ ഡെസിമൽ നമ്പർ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, ഒരു നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ് പ്ലേസ് വാല്യൂസ്. ഇവിടെ നോക്കൂ, 269 ഒരു നമ്പറാണ്. 269 റൈറ്റ് എക്സ്പാൻഡഡ് ഫോം എന്നതിന് എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതാൻ പറയുമ്പോൾ ഇതെന്താണ്, 1 യൂണിറ്റ് പ്ലേസ്, 1 പ്ലേസ് അഥവാ യൂണിറ്റ് പ്ലേസ്. ഇത് 10 പ്ലേസ്, ഇത് 100 പ്ലേസ്. 1 പ്ലേസ്, 10 പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 2 into 100 plus 6 into 10 plus 9 into 1. ഇങ്ങനെയാണ് 2 into 100 plus 6 into 10 plus 9 into 1. ഈ എക്സ്പാൻഡഡ് ഫോം ആണ് സാധാരണ ഒരു നമ്പറിനെ നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ 269 എന്ന് എഴുതാൻ പറ്റും. ഇനി കുറച്ചുകൂടി വലിയൊരു നമ്പർ നോക്കാം. 4389, 4389. എല്ലാവർക്കും അറിയാലോ, 1 പ്ലേസ് 1, 10, 100, 1000. 4 into 1000 plus 3 into 100 plus 8 into 10 plus 9 into 1. അപ്പോൾ ഓരോ പ്ലേസ് വാല്യൂ എല്ലാവർക്കും അറിയാം. ഏത് നമ്പേഴ്സിന്റെയും പ്ലേസ് വാല്യൂ എഴുതാൻ നമുക്ക് ചെറിയ ക്ലാസ്സിലെ പഠിച്ചു പോകുന്നതാണ്. ഇനി അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് വരുന്നതാണ് ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ പറയുമ്പോൾ നമുക്കറിയാം, ഇത് ശരിക്കും കറക്റ്റ് 2, അത് അവിടെ 1 പ്ലേസ് അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന പ്ലേസ് വാല്യൂസ് ആണ്. ഇവിടെ എന്താ വരിക അറിയുമോ, ആഫ്റ്റർ ഡെസിമൽ ഫസ്റ്റ് നമ്പർ 10th പ്ലേസ് എന്നാണ് പറയുന്നത്. 10th പ്ലേസ്. സെക്കൻഡ് നമ്പർ 100th പ്ലേസ്. 100th പ്ലേസ്. അപ്പൊ നമുക്ക് ഈ 2 എന്താണ് 1ലാണ്. അപ്പൊ 2 into 1 plus 2 into 1 plus. ഇവിടെ നമുക്ക് എന്ത് പറയാം, 4 into 1/10. അതാണ് 10th പ്ലേസ് എന്ന് പറയുന്നത്. 4 into 1/10 plus 5 into 1/100. 5 into 1/100. ഇവിടെ നോക്കൂ, ഇതാണ് അതിന്റെ ജനറൽ കോൺസെപ്റ്റ്. അതായത് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, അതായത് ഡെസിമൽ നമ്പറിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 25.321. റൈറ്റ് ദി എക്സ്പാൻഡഡ് ഫോം യൂസിംഗ് പവർ ഓഫ് 10. പവർ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10ന്റെ പവർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയുമ്പോൾ നമുക്കറിയാം, 2 into 10 plus 5 into 1. 2 into 10. ഇതെല്ലാം കറക്റ്റ് വാല്യൂ ആണ്. 1, 10, 100, 1000 അങ്ങനെയാണ് പോകുന്നത്. പ്ലസ് 3 into 1/10. ഫസ്റ്റ് 3 into 1/10 പ്ലസ് 2 into 1/100. 2 into 1/100 സെക്കൻഡ്. അടുത്തതോ 1 into 1/1000. ഇങ്ങനെയാണ് ഇതിന് ജസ്റ്റ് ഒരു പ്ലേസ് വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. ഇവിടെ നോക്കിനി ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാനും ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3/10 എല്ലാവർക്കും അറിയാലോ. 3/10 എന്ന് പറഞ്ഞാൽ 3/10 0.3 0.3 എല്ലാവർക്കും അറിയാം. 0.3. Then at the 29/100. എങ്ങനെ 29/100? 0.29. 0.29. Very good. 347/1000. 0.347. 0.347. അപ്പോൾ
fraction decimal, fraction decimal, fraction decimal, decimal fraction, decimal fraction, decimal fraction. ഇവിടെ നമ്മൾ പോവുക, അവിടെ നമ്മൾ പോവുക. അപ്പോൾ ഇതിനൊക്കെ പവേഴ്സ് ഓഫ് 10 അല്ല ഡിനോമിനേറ്റേഴ്സ് 10 ന്റെ പവറിൽ എഴുതുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് എഴുതാം. അതായത് any decimal form can be written as using fraction with power of 10 as a denominator. As denominator, denominatorനെ 10 ന്റെ പവറിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കാം 0.91. 0.91 ഇതിനെ ഞാൻ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു നോക്കൂ. 9 into 1/10 plus 1 into 1/100. ഇവിടെ 0 ആയതുകൊണ്ട് വേറൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രൈസ് വാല്യൂസ് ഒന്നും വേറെ ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് 0 ആയതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അവിടെ 0 into 1 എന്ന് എഴുതിയിട്ട് അതിന്റെ വലിയ സംഭവമാക്കിയിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ 9 into 1/10 എത്ര വന്നു? 9/10 plus 1/100. 9/10 plus 1/100. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഇത് ഡിനോമിനേറ്റേഴ്സ് നോക്കി എല്ലാവരും ഇത് 10 ഇത് 100. രണ്ട് ഡിനോമിനേറ്റേഴ്സ് ഒന്ന് 10 ഒന്ന് 100. ആ രണ്ട് ഡിനോമിനേറ്റേഴ്സിനെ സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. എങ്ങനെയാ സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റുക? ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ രണ്ടിനെയും 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര വരും? 9 into 10 എത്ര? 90/100 plus 1/100. 90/100 plus 1/100 എത്ര വന്നു? 91/100. That's equal to 0.91. ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് തന്നെ എൻഡ് ചെയ്യാം. കാരണം നമ്മളിത് എന്താണ് ഒരു ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് 0.91 അതിന് എക്സ്പാൻഡ് ഫോമിലേക്ക് എഴുതി ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി തിരിച്ച് അവസാനത്തിലേക്ക് വന്നു 0.91 വന്നു. കാരണം ഒരു ഭാഗം ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് ആൻസർ കിട്ടും. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈക്കിൾ ചക്രം തിരിപോലെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോവുക ചെയ്യും. അപ്പോൾ ഡെസിമൽ നമ്പറിനെ യൂസിങ് പവർ ഓഫ് 10 ന്റെ പവർ ആക്കി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റേഴ്സിനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 0.0203 expanded form using power of 10 as denominator. Expanded form എഴുതണം. power of 10 ആണ് denominator, power of 10 ലാക്കി എഴുതണം. ഓക്കേ. 0 into 1/10. 0 into 1/10 plus 2 into 1/100. 2 into 1/100 plus 0 into 1/1000 plus 3 into 1/10,000. Ones, hundreds, thousands, 10,000s. ശ്രദ്ധിക്കണം, ഡെസിമലിന് ശേഷം വരുന്ന ആഫ്റ്റർ ഡെസിമൽ the place value ones, tens, hundreds, thousands. Ones ഇല്ല, tens, hundreds, thousands, 10,000s അങ്ങനെയാണ്. വൺസ് ഇല്ല കേട്ടോ. വൺസ് അല്ല വരുന്നത് ടെൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1/10 എന്ന് പറഞ്ഞാൽ ടെൻസ്. ഇവിടെ ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 0 into 1/10 plus 2 into 1/100 plus 0 into 1/1000 plus 3 into 1/10,000. 0 into 1/10 നമുക്കറിയാം 0 ആയിരിക്കും. 2 into 1/100 എന്ന് പറഞ്ഞാൽ 2/100. 0 into 1/1000 എന്ന് പറഞ്ഞാൽ അത് 0 ആയിപ്പോയി. അവിടെ 3 into 10,000 ഇങ്ങനെ. ഇവിടുത്തെ ഡിനോമിനേറ്റർ 100, ഇവിടുത്തെ ഡിനോമിനേറ്റർ 10,000. അപ്പോൾ 100നെ 10,000 ആക്കി ഡിനോമിനേറ്റർ സെയിം ആക്കി വെക്കാം. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 2 എത്ര? 200 by 10,000 plus 3 by 10,000. Same denominator. Add numerator, put denominator. Same denominator വരുന്ന fractions എങ്ങനെ ആഡ് ചെയ്യാം? Add numerator, put denominator. Add numerator, put denominator.
ഡിനോമിനേറ്റർ 203 എത്രയാ 203 by 10,000. അതിനെ സിംപ്ലസ്റ്റ് ആക്കുമ്പോൾ എത്ര വരുന്നത് 0.0203. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊരു ഡെസിമൽ നമ്പേഴ്സിനെയും ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റി ഫ്രാക്ഷൻ നമ്പറിനെ ഡെസിമൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊരു ഡെസിമൽ നമ്പേഴ്സ് നോക്കൂ, അതിനെ നമ്മൾ ജനറൽ ഫോമിലേക്ക്, അതായത് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. പവർ ഓഫ് 10, 10ന്റെ പവർ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കളിക്കുന്നത്. 10ന്റെ പവർ ഇവിടെ ഫസ്റ്റ് 10, പിന്നെ 100, 1000, 10,000s അങ്ങനെ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി കഴിയുമ്പോൾ അത് വൃത്തിയായിട്ട് ആ സെക്ഷൻ, ചെറിയൊരു സെക്ഷൻ, ഒന്നും പ്രയാസമില്ലാത്ത ഒരു സ്മോൾ പാർട്ടാണ്. 0.453 ഇവിടെ നോക്കുക. 0.453 ഇവിടെ 0 ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അതിന്റെ കൂടെ വേറെ ഒന്നാണല്ല, അത് 1 പ്ലേസ് തന്നെയാണ്. 1 പ്ലേസ് 0 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 into 1/10 plus 5 into 1/100 plus 3 into 1/1000. ഞാൻ പറഞ്ഞു ആഫ്റ്റർ ഡെസിമൽ ഫസ്റ്റ് പ്ലേസ് 1/10 ആണ്. 10th പ്ലേസ്, 10th പ്ലേസ്. അടുത്തതാണ് സെക്കൻഡ് പ്ലേസ് എന്താണ്? 100th പ്ലേസ്. തേർഡ് എന്താണ്? 1000th പ്ലേസ്. 1000s ഒരു കൂട്ടിച്ചേർത്താണ്. അപ്പൊ ഇത് വന്ന് 4/10, 5/100, 3/1000. ഇത്രയേ വരുന്നുള്ളൂ. ഇനി ഇതിനെ ഡെസിമലിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ 10, ഇവിടെ 100, 1000. അപ്പൊ ലാർജർ പവർ ഓഫ് 10 ഏതാണ്? 1000 ആണ്. ആ ലാർജർ പവർ ഓഫ് 10ലേക്ക് മറ്റ് രണ്ട് ഡിനോമിനേറ്റേഴ്സിനെയും കൺവേർട്ട് ചെയ്യുക. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ആവുക? 100. 4 into 100 എത്ര? 400/1000 പ്ലസ് ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് 50/1000. ഇത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാ ഡിനോമിനേറ്റേഴ്സിനെയും ഈക്വൽ ആക്കി. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാ ഫ്രാക്ഷൻ ആഡ് ചെയ്യുക? ആഡ് ന്യൂമറേറ്റർ പുട്ട് ഡിനോമിനേറ്റർ, ആഡ് ന്യൂമറേറ്റർ പുട്ട് ഡിനോമിനേറ്റർ. 453 453/1000 0.453. അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ അതിനെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തിരിച്ച് ഡെസിമൽ നമ്പറിലേക്ക് തന്നെ എത്തി. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കുക. ഇനി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 2.123 ഇതിനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2 into 1 അവിടെ 2 into 1 ആണ്. പ്ലസ് 1 into 1/10, 2 into 1/100, 3 into 1/1000. അപ്പോൾ വലിയ സംഭവം അല്ല, അങ്ങനെ എഴുതി വെച്ചാൽ മതി. 10ന്റെ പവർ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 2 into 1 ആണ് 2 plus 1/10 plus 2/100 plus 3/1000. അപ്പൊ എത്ര ഫ്രാക്ഷൻ ഉണ്ട് ശരിക്കും? 1 2 3 4. എത്ര ഫ്രാക്ഷൻ ഉണ്ടോ? 1 2 3 4. 4 ഫ്രാക്ഷൻ ഉണ്ട്. ഈ 4 ഫ്രാക്ഷന്റെയും ലാർജർ പവർ ഓഫ് 10 ആണ് വരുന്നത് 1000. അപ്പൊ ചിലർ ഇവിടെ ഡിനോമിനേറ്റർ നോക്കൂ. ഡിനോമിനേറ്റർ 1 ആണ്, by 1 ആണ്. അപ്പൊ 4 ഫ്രാക്ഷൻ, ഫസ്റ്റ് ഫ്രാക്ഷൻ, സെക്കൻഡ് ഫ്രാക്ഷൻ, തേർഡ് ഫ്രാക്ഷൻ, ഫോർത്ത് ഫ്രാക്ഷൻ. ഇതിൽ ലാർജസ്റ്റ് പവർ ഓഫ് 10 വരുന്ന ആരാണ്? 1000 ആണ്. ആ 1000 ആക്കി മാറ്റതിനൊക്കെ ഇവിടെ 1000 ആക്കണമെങ്കിൽ ഏതൊരു പൊട്ടൻ അറിയാം? 1 into 1000 ആണ് 1000. അപ്പൊ 2000/1000 പ്ലസ് ഇതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം.
100/1000 പ്ലസ് ഇതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം 20/1000 പ്ലസ് 3/1000. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, സെയിം ആയി. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോലെ 2100 2100 2123 2123/1000. അപ്പൊ എത്ര ഡെസിമൽ പ്ലേസ് വന്ന് 2.12. അപ്പൊ ശരിക്കും ഇവിടെ വരെ എക്സ്പാൻഡഡ് ഫോം ഇവിടെ വരെ എഴുതിയാൽ മതി. അതിനെ തിരിച്ച് വീണ്ടും ഡെസിമലിലേക്ക് ആക്കുന്നതാണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഡെസിമൽ നമ്പർ തന്ന് എക്സ്പാൻഡഡ് ഫോം എഴുതി തിരിച്ചതിനെ ഡെസിമലിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ സൈക്കിളിന്റെ ചക്രം തിരിയുമ്പോഴാണ് ഒരു സാധനം തിരിഞ്ഞ് വീണ്ടും സൈക്കിൾ ചക്രം അടങ്ങനെ വെച്ച് ഫിക്സ് ചെയ്ത് നിൽക്കുകയാണോ? അല്ല. ഡെസിമൽ നമ്പർ എക്സ്പാൻഡഡ് ഫോം വീണ്ടും തിരിച്ച് ഡെസിമൽ നമ്പർ, ഡെസിമൽ നമ്പർ എക്സ്പാൻഡഡ് ഫോം ഡെസിമൽ നമ്പർ, ഡെസിമൽ നമ്പർ എക്സ്പാൻഡഡ് ഫോം ഡെസിമൽ നമ്പർ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ടില് ചെറിയ ഒരു ഡെസിമൽ നമ്പർ തന്ന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക, അതിനെ നമ്മൾ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്കറിയാം ഏതൊരു ഫ്രാക്ഷൻ, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് നമ്മൾ പറയാം അതിനെ കൺവേർട്ട് ടു ഡെസിമൽ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ വരുന്ന 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഫ്രാക്ഷൻ തന്ന് ഡെസിമൽ. ഫോർ എക്സാമ്പിൾ നോക്കുക 1/2. അതിന് കുറെ ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്, അടുത്തൊരു ടൈപ്പ് സെക്കൻഡിൽ ചെയ്യും, അടുത്തൊരു ടൈപ്പ് തേർഡിൽ ചെയ്യും. ഒരു ടൈപ്പാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ഓരോന്ന് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് ഡെസിമൽ നമ്പേഴ്സ് പഠിച്ചു, എന്താണ് ഫ്രാക്ഷൻസ് പഠിച്ചു, പ്ലേസ് വാല്യൂ ഓഫ് ഹോൾ നമ്പേഴ്സ് പഠിച്ചു, പ്ലേസ് വാല്യൂ ഓഫ് ഡെസിമൽ നമ്പർ പഠിച്ചു. എന്നിട്ട് അതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി ഇവിടെ നോക്കുക. then 1/2 ഒരു നമ്പർ ഫ്രാക്ഷൻ ആണ് 1/2 ടു കൺവേർട്ട് ഡെസിമൽ ഫോം. ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1/2 ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. 2 നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ നോക്കുക. ഇതിന്റെ ഡിനോമിനേറ്റർ 1/2 ഡിനോമിനേറ്റർ ആരാ? 2. 2നെ പവർ ഓഫ് 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. പവർ ഓഫ് 10 ഏതൊക്കെയാ? 10, 100, 1000, 10,000, 1 lakh അങ്ങനെ പോകുന്ന പവർ ഓഫ് 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് ചെക്ക് ചെയ്യാം. 2നെ 10 ആക്കാൻ പറ്റുമോ? പറ്റും. എത്ര? 2 5 10. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിന് 5 കൊടുത്തു. അപ്പൊ ചിലർ ചോദിക്കും ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. അതായത് ഒരു ഫ്രാക്ഷനില് ന്യൂമറേറ്ററിൽ എന്ത് പണി നടത്തുന്നോ ആ പണി ഡിനോമിനേറ്ററിൽ നടത്തണം, ഡിനോമിനേറ്ററിൽ എന്ത് പണി നടത്തുന്നോ ആ പണി ന്യൂമറേറ്ററിൽ നടത്തണം. കാരണം ഇല്ലെങ്കിൽ വാല്യൂസ് ചേഞ്ച് ആയിരിക്കും. 1/2ന്റെ വാല്യൂസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തോ അതേ പണി ഡിനോമിനേറ്ററിൽ, ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തോ അതേ പണി ന്യൂമറേറ്ററിൽ. ഇല്ലെങ്കിൽ എന്തായിപ്പോ ആ 1/2 അല്ല പിന്നെ അടുത്ത് കിട്ടുക, 1/2 അല്ല കിട്ടുക. മനസ്സിലായല്ലോ? അപ്പൊ 1/2 into 5/5. 1 5s are 5, 1 5s are 5, 2 5s are 10, 2 5s are 10. അപ്പൊ 10ന്റെ പവർ ആക്കി. അപ്പൊ എത്ര? 5/10 എത്രയാ? മുകളിലാണ് പറയാ 0.5. 0.5 ശരിയാണ്. അടുത്തത് 2/8. 2/8 ആണ്. 3/4. 2/8 3/4. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തണം 4നെ 10 ആക്കണോ, 100 ആക്കണോ, 1000 ആക്കണോ, 10,000 ആക്കണോ, അത്ര വലുതാക്കണ്ട, ആവശ്യാനുസരണമാക്കിയാൽ മതി. 4നെ എന്താക്കാൻ പറ്റും? 10 ആക്കാൻ പറ്റുമോ? 4 1s are 4, 4 2s are 8. പിന്നില്ല. 100 ആക്കാൻ പറ്റുമോ? 100 ആക്കാൻ പറ്റും. ഞാൻ അതിന് ചാർട്ട് എഴുതിയിട്ടില്ല. അവസാനം ഒരു ചാർട്ട് തരാം. ആ ചാർട്ട് പഠിച്ചാൽ ആ സെക്ഷൻ ബൈ ഹാർട്ടായി, ആ സെക്ഷൻ കറക്റ്റ് ആയി. ഇവിടെ നോക്കൂ, 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മക്കളെ? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 25. എന്തിനാ 25? ഡിനോമിനേറ്ററിനെ 100 ആക്കി, പവർ ഓഫ് 10 ആക്കി. 3 25s are 75. 4 25s are 100. 75/100 0.75. 0.75.
അപ്പോൾ ഈ 3/4 ഫ്രാക്ഷൻ ഫോം ടു കൺവേർട്ട് ഡെസിമൽ ഫോം 0.75 യൂസിങ് ഫസ്റ്റ് ടൈപ്പ്, യൂസിങ് ഫസ്റ്റ് മെത്തേഡ്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ 3/20 കൺവേർട്ട് ടു ഡെസിമൽ ഫോം. ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 3/20 നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലേക്ക് ഓടി എത്തണം. 20 നമ്പർ മൾട്ടിപ്ലൈ 20 we get 100 5. അതുകൊണ്ടാണ് 5 മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 5. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 3s are 15, 5 20s are 100. 15/100 എത്ര വന്നു മക്കളെ? 0.15. അപ്പൊ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ആക്കാൻ പറ്റുന്നതാണോ ഉണ്ടാവുക, അങ്ങനെ ആക്കാൻ പറ്റാത്തതുണ്ടാവും. ഇപ്പൊ ചെയ്യുന്നത് ആക്കാൻ പറ്റുന്നതാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത്. അടുത്തതിൽ അതിന് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പ് ചെയ്യാനുണ്ട്. ആക്കാൻ പറ്റാത്തതും വരും, അതിന് വേറൊരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിലൂടെയാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ 0.15 കിട്ടി. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ ഒറ്റ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 2/25 to convert decimal form. 2/25 ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 25 10 ആക്കാൻ ഏതായാലും പറ്റൂല എന്നുള്ള മാജിക് നമുക്കറിയാം. ആ മാജിക് നമ്മൾ ഇല്ല. 25 എത്ര ആക്കാൻ പറ്റും? 100 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 25 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 4s are 8, 25 4s are 100. ശരിയാണല്ലോ. ഇനി 8/100 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 0.08 എന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഫ്രാക്ഷൻ തന്ന് ആ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ്. ഇവിടെ നമുക്കൊരു കേസ് 5/8 ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ ഒക്കെ നമ്മൾ നോട്ടിലേക്ക് എഴുതിയിരിക്കണം. 5/8 കൺവേർട്ട് ചെയ്യണം, കൺവേർട്ട് ടു ഡെസിമൽ ഫോം. 8 1 പറ്റൂല, 2 പറ്റൂല, 10 ആക്കാൻ പറ്റുമോ, 100 ആക്കാൻ പറ്റുമോ, 1000 ആക്കാൻ പറ്റുമോ എന്നുള്ള ആകെ ഒരു പ്രശ്നം. ഞാൻ ചാർട്ട് എഴുതി തരും. 8 × 125, 5 × 125. 125 × 8 എത്രയാണ്? 1000 ആണ്. 125 × 8 എത്രയാണ് മക്കളെ? 1000. അപ്പോൾ 5 × 125 മൾട്ടിപ്ലൈ അറിയാത്തൊരു വർക്കിംഗ് കോളത്ത് പോയിട്ട് അടിയിൽ എഴുതി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 5s are 25, balance 2, 5 2s are 10, 10 + 2 12, balance 1, 5 1s are 5 + 1 6, 625 by 8 × 125 എത്ര മക്കളെ? 1000. 625/1000. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡെസിമൽ ആക്കി മതി. കട്ടിങ് ഓവർ കട്ടിങ് വേണ്ട, ഡെസിമൽ ആക്കി 0.625. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു മാജിക് ഒന്നല്ല. കുറച്ച് നമ്പേഴ്സിനെ പവേഴ്സ് ഓഫ് 10 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പവേഴ്സ് ഓഫ് 10 ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ നമ്പേഴ്സിനെ നമുക്ക് ചാർട്ട് ആക്കിയിട്ട് എഴുതി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ചാർട്ട് ഇവിടെ പറയാം. 5 × 20, 20 × 5. 5 വരികയാണെങ്കിൽ 20 കൊണ്ട്, 20 വരികയാണെങ്കിൽ 5 കൊണ്ട്. 25 × 4, 4 × 25. 25 വന്നാൽ 4, 4 വന്നാൽ 25. 8 × 125, 125 × 8. 8 × 125, 125 × 8. ഇവിടെ 1000 ആണ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുക 100, ഇവിടെ 100, ഇവിടെ 100, ഇവിടെ 100, 1000, 1000 ഇങ്ങനെ എഴുതി വെക്കുക. ഇനി 16 × 625, 10,000. 625 × 16, 10,000. 40 × 25, 1000. 40 × 25, 1000. 25 × 40, 1000. ഇനി വേറെ ഏതൊക്കെയുള്ളത്? വേറെ ഏതെങ്കിലും ഉണ്ടോ? 5 × 20 ചെയ്തു,
ഇനി ഇത്തരത്തിലുള്ള ഒരു കൺവേർഷൻ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഇതൊരു നമ്പേഴ്സിന്റെ ചാർട്ടായിട്ട് വെക്കുക. പുതിയ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ 5 ആണെങ്കിൽ 20 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. 20 ആണെങ്കിൽ 5 കൊണ്ട്, 25നെ 4 കൊണ്ട്, 4 ആണെങ്കിൽ 25, 8 125, 125 ആണെങ്കിൽ 8, 16 ആണെങ്കിൽ 625, 625 വന്നാൽ 60, 40 ആണ് 25, 25 വന്നാൽ 40. ഇത്തരത്തിലുള്ള ഒരു കൺവേർഷൻ ആണ് വരിക. ആ കൺവേർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തിലേക്ക് മാറ്റാം, ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് അവിടെ സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഫ്രാക്ഷൻ ടു കൺവേർട്ട് ഡെസിമൽ ഫോം. അപ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ഫ്രാക്ഷൻസ് ആണ്. അടുത്തതൊന്നും അല്ലാതെ വരുന്ന കേസ് ഉണ്ട്, അത് നമ്മൾ സെക്കൻഡ് കേസിലേക്ക് ആയിട്ട് ചെയ്യും. അത് വേറെ തർക്കമൊന്നുമില്ല. അപ്പൊ ഈ ബോക്സ് എല്ലാവരും മനസ്സിലാക്കി വെച്ചോളുക, ഈ ബോക്സ് എല്ലാവരും എഴുതി വെച്ചോളുക. എഴുതിയിട്ട് നമ്മൾ പഠിക്കണം. ഈ ഒരു കേസിലാണ് മെയിൻ ആയിട്ടുള്ള കൺവേർഷൻ വരുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ 2 പ്രോബ്ലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷൻ തീർക്കാൻ പറ്റും. ഒരു ഫ്രാക്ഷൻ ഫോം തന്നിരിക്കുകയാണ്. റൈറ്റ് ഡെസിമൽ ഫോം 1/5, 1/25, 1/125. റൈറ്റ് ദി ഡെസിമൽ ഫോം. ഒരു ഫ്രാക്ഷൻ ചാർട്ട് തന്നിട്ട് റൈറ്റ് ദി ഡെസിമൽ ഫോം എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ കൺവേർട്ട് ചെയ്യണമല്ലോ, വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു സിംഗിൾ ഫ്രാക്ഷനെ മാറ്റാൻ നമ്മളിപ്പോൾ പഠിച്ചു. 5 ആണെങ്കിൽ 20, 20 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 25, 25ന് 4, അല്ലേ? 8 ആണെങ്കിൽ 125, 125ന് 8. അങ്ങനെ ആ ഒരു നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. അത് പ്രകാരം ഓരോ ഫ്രാക്ഷനെയും നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1/5 20/20, 20 വേണ്ട 2 എഴുതരുത് അല്ലേ. 1/5 2/2 എത്രയാ, 2/10, that's equal to 0.2. 2/10 എടുക്കാം. നമ്മൾ ആ ചാർട്ടിലേക്ക് 5 into 2 എഴുതാം, 2 into 5 എഴുതി വെക്കാം. 5 into 2 എഴുതാം, 2 into 5 എഴുതി വെക്കാം. അപ്പോൾ 1/5 വരുമ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്ത്, 2 1s are 2, 5 2s are 10, 0.2. 1/25 എത്ര, 1/25 4 into 4 അല്ലേ. 4 into 4 എത്ര വന്ന്, 4/100, 0.04, 4/100. അടുത്ത 1/125 8/8, 8/1000, 0.008, 3 പ്ലേസ് വന്നു, 0.008. അപ്പോൾ ശ്രദ്ധിക്കുക, 1/5 ടു കൺവേർട്ട് 0.2, 5 വരുമ്പോൾ 20 എടുക്കുക, എന്തെടുക്കുക, 2 എടുക്കുക കേട്ടോ. 20 വരുമ്പോൾ 100 ആവും, 2 എടുക്കുമ്പോൾ 10 ആവും. അതാണ് കുറച്ചുകൂടി സുഖം. 5 വരുമ്പോൾ 2 എടുത്തു, 1 into 2, 2, 5 2s are 10, 2/10, 0.2. 1/25 വരുമ്പോൾ 4, 1 4s are 4, 25 into 4 100, 4/100, 0.04. 1/125 വരുമ്പോൾ 8/8, 1 into 8, 8, 125 into 8 എത്ര വന്നു മക്കളെ, 1000. ആ 1000 8/1000 എന്ന് പറഞ്ഞാൽ 0.008. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 0.2 plus 0.04 plus 0.008. ഇത് ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? ആഡ് ചെയ്യാൻ ലേശം മുഴുകി പോയേ. 0.8 ഡെസിമൽ നമ്പറിന്റെ കാൽക്കുലേഷൻ ഒക്കെ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. കാൽക്കുലേഷൻ ഒന്നും ഇവിടെ പഠിച്ചതല്ല, ചെറിയ ക്ലാസ് പഠിച്ചതാണ്. 0.2 പ്ലസ് 0.04, പോയിന്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് വരണം, ഇല്ലാത്ത പ്ലേസിലൊക്കെ 0. 0.008, 0.248, 0.248 കിട്ടിയല്ലോ.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നത് 0.248. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണത്. എന്ത്? ഒരു ഫ്രാക്ഷനെ തന്നെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു 5ന് 20 എടുക്കാം, 5ന് 2 എടുക്കാം. 5 × 2 10, 2 × 5 10. അതും കൂടി നമ്മൾ ആ ചാർട്ടിലേക്ക് എഴുതി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, അതിനെ നമ്മൾ ഇതിലേക്ക് ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1/2 plus 1/2 square plus 1/2 cube convert to decimal form. ഈ ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ കൺവേർട്ട് ചെയ്യും നമുക്ക് നോക്കാലോ. 1/2, ഈ 1/2 സ്ക്വയർ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് 4 എന്ന് എഴുതാം. ഇതിനെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് 8 എന്ന് എഴുതാം. 2⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ? 8. അങ്ങനെ വെച്ചിട്ട് പവർ ഒന്ന് വെട്ടിച്ചിരിക്കുക. 1/2, 1/4, 1/8. നമ്മൾ പഠിച്ചതാ 2ന്റെ കൺവേർഷൻ വരുമ്പോൾ ആരാണ്? 5 കൊണ്ട്. 4 വരുമ്പോൾ ആരാണ്? 25 കൊണ്ട്. 8 വരുമ്പോൾ ആരാണ്? 125 കൊണ്ട്. അപ്പം അങ്ങനെ ആക്കാൻ പറ്റുന്ന നമ്പർ ഇതിൽ തരുള്ളൂ. അങ്ങനെ ആക്കാൻ പറ്റാത്ത ഒരു നമ്പർ തന്നിട്ട് കൺവേർട്ട് ഡെസിമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കും. നമ്മൾ ലോങ് ഡിവിഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അതും ഞാൻ പഠിപ്പിച്ചു തരും, എല്ലാം പഠിപ്പിച്ചു തരും. ശ്രദ്ധിക്കുക. 1/2 മാറ്റണം. 5/5, 5/10, 0.5. നമുക്കത് ചിരിച്ചതാണ്. 1/4, 25/25, 25/100, 0.25. 1/8, 125/125, 125/1000, 0.125, 0.125. ഇനി ഇതെല്ലാം കൂടി ജോയിൻ അടിക്കുക. എങ്ങനെ ജോയിൻ അടിക്കുക നമുക്ക്? 0.5 പ്ലസ് 0.25, 0.125, 5 to 7, 8, 7, 5. ശരിയല്ലേ? നമുക്ക് ഇല്ലാത്ത പ്ലേസിൽ വേണമെങ്കിൽ 0 ഇട്ടിട്ട് ഒന്ന് കളറാക്കുന്നതിന് കുഴപ്പമില്ല. 0.875, 0.875. ശ്രദ്ധിക്കുക. 1/2 കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 × 5, 5 1s are 5, 5 2s are 10, 5/10, 0.5. 1/4, 25 × 20, 25/25, 1 × 25, 25, 4 × 25, 100, 25/100, 0.25. 8 വരുമ്പോൾ 125, 125/1000, 0.125. ഇനി അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കിട്ടിയ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതേ ടൈപ്പിൽ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്, നോക്കാം. 1/5 പ്ലസ് 1/5 സ്ക്വയർ, 1/5 ക്യൂബ്, 1/5⁴. 1/5⁴ കുറച്ച് വലുതാണ്, ശ്രദ്ധിക്കുക. ഇതിനാദ്യമൊക്കെ പവർ കൺവേർട്ട് ചെയ്താണ്. പവർ എല്ലാം ചേഞ്ച് ചെയ്യാം. 1/5 plus 1/25, 1/125, 1/625. 5 അങ്ങനെ തന്നെ വരുള്ളൂ. 5 സ്ക്വയർ എല്ലാവർക്കറിയാലോ. 5 × 5 25. 5⁻³ 5 × 5 × 5 125. 5⁻⁴ 5 × 5 × 5 × 5, that's equal to 625. ഇനി ഓരോന്നിനെ കൺവേർട്ട് ചെയ്യാലോ. 5ന് മാച്ച് 2, 25ന് മാച്ച് 4, 125ന് മാച്ച് 8, 625ന് മാച്ച് 16. അങ്ങനെ മാച്ച് ചെയ്ത് കളിക്കുക. ആ മാച്ചിങ് ബോക്സ് ഉണ്ട്. ആ മാച്ചിങ് ബോക്സിൽ ഇനിയും വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ആ മാച്ചിങ് ബോക്സിലേക്ക് എഴുതണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. എല്ലാം എൻ്റെ പണിയില്ല, കുറച്ചൊക്കെ നിങ്ങളെ പണി കൂടിയാണ്. 5നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2/10 പ്ലസ്, ഇനി ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു.
4/100. 4/100. ഇതിനെ 8 കൊണ്ട് ഇൻറ്റു ചെയ്തു. 8/1000. 8/1000. ഇതിനെ 16 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്യുന്നത്. 625 into 16. 6 5s are 30, balance 3, 6 2s are 12, plus 3, 15, balance 1, 36, 37, 1 5s are 5, 1 2s are 2, 6, 10,000. 625 16/10,000. ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കിയിട്ട് ആഡ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ എല്ലാ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടും ഡെസിമൽസിലേക്ക് മാറ്റാം. നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ടെക്നിക്. 0.2, 0.04, 0.008, 0.0016. 4 പ്ലേസ് ആയതുകൊണ്ട് 2 സീറോ കൊടുത്തു. 0.0016. ഒക്കെ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. ഇനി ഇത് ആഡ് ചെയ്യാം. 0.2, 0.04, 0.008, 0.0016, 2496, 0.2496. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? 2496. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. 1/5, 1/5 സ്ക്വയർ, 1/5 ക്യൂബ്, 1/5 raised to 4. 1/5 കൺവേർട്ട് ചെയ്തു into 2 ഇവിടെ 25 ആക്കി 4 4 125 8 625 60. 2/10, 4/100, 8/1000, 16/10,000. 0.2, 0.04, 0.008, 0.0016. ആഡ് ചെയ്തു. ഇല്ലാത്ത പ്ലേസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു 0 ഒരു 0 ഇട്ട് കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല കേട്ടോ. കളറായി കിട്ടുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഗുണമൊന്നുമില്ല. ഒന്ന് വൃത്തിയായിട്ട് കിട്ടും. 0.2496. അപ്പൊ കിട്ടിയല്ലോ. ഒരു ഫ്രാക്ഷൻ, സിംഗിൾ ഫ്രാക്ഷനെ ഡെസിമൽസ് ആക്കുക, സിംഗിൾ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുക, ആ ഡെസിമൽ നമ്പറിനെ കൺവേർഷൻ നടത്തുക, പവേഴ്സ് ആക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ആ പ്രോബ്ലമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും കേൾക്കുക. എ 2-digit number divided by another 2-digit number gives 5.875. What are the numbers? അതായത് ഒരു 2-digit നമ്പറിനെ വേറൊരു 2-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5.875 കിട്ടുന്ന അത് ഏത് രണ്ട് 2-digit നമ്പറാണ്, അല്ലെങ്കിൽ ഏതാണ് ആ ഫ്രാക്ഷൻ എന്നാണ്. A 2-digit number divided by another 2-digit number gives 5.875. What are the numbers? നോക്കാം. 5.875 നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. 5.875 എന്ന് പറഞ്ഞാൽ 5.875/1000. 3 പ്ലേസ് ആയതുകൊണ്ട് 1000. ഇവിടെ 4 ഡിജിറ്റ് ആണ്, ഇത് 4 ഡിജിറ്റ് ആണ്. 2 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വരുന്നത്. അതിനെ നമുക്ക് 2 ഡിജിറ്റ് ആക്കണം. രണ്ടിനെയും സിംപ്ലിഫൈ ചെയ്യാം. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാവരും പറയാം 200. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? 200. 5.875നെ ഡിവൈഡ് ചെയ്താലോ? അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി ഡിവൈഡ് ചെയ്യാം. 1 5s are 5, 8 1 5s are 5, 3 7 7 5s are 35, 25 1175. അപ്പോൾ ന്യൂമറേറ്റർ 4 ഡിജിറ്റ്, ഡിനോമിനേറ്റർ 3 ഡിജിറ്റ്. വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്യാം. അഗൈൻ ഡിവൈഡഡ് ബൈ 5. 200നെ 5 കൊണ്ട് ചെയ്താൽ എത്ര വന്ന? 40. 5 കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ 40. 1175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 2s are 10, 17, 3
3 divided with 3 5s are 15, 25, 5. 235 by 40. What is it? 235 by 40. Divided by 2-digit number. A 2-digit number divided by another 2-digit number gives 5.875 ആണ്. അപ്പോൾ ഞാൻ ആദ്യം 5.875 നെ ഫ്രാക്ഷനിലേക്ക് മാറ്റി 5875 divided by 1000 5 കൊണ്ട് കട്ട് ചെയ്തു 1175 by 200. ഇനി വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്തു 5 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 40 ഇവിടെ കിട്ടുന്ന എത്രയാണ് 5 5s are 25 15 എത്ര കിട്ടി 235 by 40. ഇനി നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിനെ 2-digit നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ ഒന്നും കൂടി 5 കൊണ്ട് ചെറുതാക്കി ഒന്നും കൂടി 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 235 divided by 5 5 4s are 20 35 7 5s are 47 by 8 47 by 8 8 5s are 40. അപ്പോൾ നമ്മൾക്ക് ഒരു സംശയം 2-digit നമ്പർ ഡിവൈഡഡ് ബൈ 2-digit നമ്പർ ആണ്. മോളിൽ 2-digit താഴെ 1-digit. ഇനി എന്തുകൊണ്ട് മാറ്റാം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 94 by 16 എത്ര കിട്ടി 94 by 16. ഇപ്പോൾ ശ്രദ്ധിക്കുക a 2-digit number divided by another 2-digit number gives 5.875. what are the numbers എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു 5875 divided by 1000 numerator and denominator by divided by 5 117 by 200 വീണ്ടും കട്ട് ചെയ്ത് 235 by 40 വീണ്ടും കട്ട് ചെയ്ത് 47 by 8 47 by 8 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ 2-digit ആണ് ഡിനോമിനേറ്റർ 1-digit ആണ്. അഗൈൻ മൾട്ടിപ്ലൈ ചെയ്തു വീണ്ടും മൾട്ടിപ്പിൾ ചെയ്തു ഇതിനെ 2 കൊണ്ട് രണ്ടിനും 2 കൊണ്ട് കാരണം ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാണ്ട് തോന്നിയ നമ്പർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തല കുത്തനെയായി പോകും. 47 into എത്ര 94 8 into എത്ര 16. അപ്പോൾ നോക്കൂ ന്യൂമറേറ്റർ 2-digit ഡിനോമിനേറ്റർ 2-digit. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് ഡെസിമൽ ഫോം എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഡെസിമൽ ഫോംസിനെ എഴുതാൻ പറ്റും. ഹോൾ നമ്പേഴ്സിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഡെസിമൽ നമ്പറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ കേസ് ഫ്രാക്ഷൻ ടു കൺവേർട്ട് എ സിംഗിൾ ഫ്രാക്ഷൻ ടു കൺവേർട്ട് എ ഡെസിമൽ ഫോം. ഒരു സിംഗിൾ ഫ്രാക്ഷൻ തന്നിട്ട് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് ഡിനോമിനേറ്റേഴ്സിനെയാണ് പെയർ മൾട്ടിപ്ലിക്കേഷൻ മാച്ചിങ് മൾട്ടിപ്ലിക്കേഷൻ മാച്ച് ചെയ്യണം. ഏതൊക്കെയാ മാച്ചിങ് കുറെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ വേറെ ഉണ്ടാവാം അതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പിന്നീട് വരും. ഏതൊക്കെയാ മാച്ചിങ് നമ്പർ 5 into 2 10 2 into 5 10 20 into 5 100 5 into 20 100 4 into 25 100 25 into 4 100 20 into 5 നമ്മൾ പറഞ്ഞു 16 into 625 10000 625 into 16 10000 8 into 125 1000 125 8 into 1000 അങ്ങനെ കുറേ നമ്പേഴ്സ് പെയർ മൾട്ടിപ്ലിക്കേഷൻ മാച്ചിങ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രാക്ഷൻസിനെ ഒരു കാൽക്കുലേഷൻ തന്നിട്ട് ഗ്രൂപ്പ് ഓഫ് ഫ്രാക്ഷൻസിനെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കുക, വീണ്ടും എഴുതുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇനി 2 വീഡിയോസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി ചെയ്യാനുള്ളത്. ഇതിന്റെ ഒരു സെക്കൻഡ് ടൈപ്പ് ഉണ്ട്, തേർഡ് ടൈപ്പ് ഉണ്ട്.
അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. ഡെസിമൽ നമ്പർ എന്താണ്, ഫ്രാക്ഷൻ എന്താണ്, ഫ്രാക്ഷന്റെ കണ്ടീഷൻ എന്താണ്, റൈറ്റ് ഡെസിമൽസിലേക്ക് മാറ്റുന്നു, ഫ്രാക്ഷൻസിലേക്ക് തിരിച്ചു മാറ്റുന്നു, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഫീലിംഗ് തന്നെ പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം. എല്ലാവർക്കും പ്രത്യേകമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.